ഏത് അമ്മയുടെ ഉപദേശം കേട്ട് ഇതൊക്കെ ചെയ്തോ ആ അമ്മ തന്നെ പറഞ്ഞു, മോനെ ജീവൻ വേണേ ഓടിക്കോടാന്ന് പറഞ്ഞു. സ്തോത്രം, ഒരല്ലിയെ പറയണം. നിനക്ക് പലതും പറഞ്ഞു തരുന്ന പലരും ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ അവർ കൈവിടും. അവർ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ ജീവൻ വേണേ നീ ഓടിക്കോളാൻ പറഞ്ഞു. അപ്പൊ അമ്മ കൈവിട്ടു, അപ്പൻ കൈവിട്ടു, ജ്യേഷ്ഠൻ കൈവിട്ടു, ആരുമില്ലാതെ ഓടി. കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ ശ്രവിക്കും കഹളം വ്യക്തമായി കാണും എൻ്റെ രക്ഷകനെ, വ്യക്തമായി കാണും എൻ്റെ രക്ഷകൻ. ആമേൻ. കഷ്ടതയുടെ നടുവിൽ ജീവിതത്തിൽ കരകയറാൻ കഴിയാത്തതുപോലെ ഈ ചുഴിക്കകത്തകപ്പെട്ട പടക് പോലെ ചില സമയങ്ങളിൽ നാം കഷ്ടതയുടെ നടുവിലാകാം. ദൂരം വെച്ച് നോക്കിയാൽ വടക്കോട്ടോ തെക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നീന്തി കടക്കാൻ വഴിയാത്തതുപോലെ എല്ലാ ദൂരവും ഒരുപോലെ തോന്നുന്നതിൻ്റെ നടുവിൽ പ്രൈസ് ദി ലോർഡ് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ എങ്ങോട്ട് ഓടിയാലും ദൂരം ഒരുപോലെ. അതുകൊണ്ട് എങ്ങോട്ട് ഓടണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കഷ്ടതയുടെ നടുവിൽ നടന്നാലും, അടുത്ത വാക്യം ചേർന്ന് പറയണം, ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിരാവരെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെയും ലൈവിലുമുള്ള ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവൻ നിന്നെ ജീവിപ്പിക്കും. എന്നിട്ട് ആ ഭക്തൻ പറയുകയാണ്, ഇന്നത്തെ ഈ ഓട്ടത്തിന്, ഈ കഷ്ടതയ്ക്ക്, ഈ പ്രതികൂലത്തിന്, ഈ നിന്ദയ്ക്ക്, ഈ അപമാനത്തിന് ഒരു സമാപ്തി വരുന്ന ദിവസമുണ്ട്. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന്? ഓ, രാവിലെ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഒരു സമാപ്തി വരുത്തുന്ന ദൈവം. ഈ രാവിലെ എന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ കുറേ വാക്യങ്ങൾ യാക്കോബിനെ കുറിച്ച് ദൈവം പഠിപ്പിച്ചു. നമ്മൾ ഒത്തിരി കേട്ടതാണെങ്കിലും ചില ചിന്തകൾ ഓടിച്ചു പറയാം. 31 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 31, നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എന്തൊരു വാക്യമാണ്! ഈ റാഖേലിനെയും ലേയെയും ബിൽഗയും ശില്പയും 2 ദാസിമാരെയും ഈ ബെന്യാമീൻ ഒഴിച്ചുള്ള 10 ആൺമക്കളെയും 11 ആൺമക്കളെയും ഈ ദീനായെ എല്ലാം കൂടെ കൂട്ടി നിർത്തിയിട്ട് അപ്പനൊരു അനുഭവ സാക്ഷ്യം പറയുകയാണ്. നിങ്ങളുടെ അപ്പൻ എന്ത് ചെയ്തു? എല്ലാവരും പറഞ്ഞേ. ചതിവും വഞ്ചനയും അനുഭവിച്ചൊരു മനുഷ്യൻ. 1 അല്ല 2 അല്ല 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. എന്നോട് ദൈവം രാവിലെ പറഞ്ഞു, ചതിക്കപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ആരാലൊക്കെയോ ചതിക്കപ്പെട്ടവര് ജീവിതത്തിൽ കരകയറാൻ ആഗ്രഹിച്ചിട്ടും ചിരിച്ചുകൊണ്ട് വഞ്ചിച്ച, ചിരിച്ചുകൊണ്ട് ചതിച്ച, ചിരിച്ചുകൊണ്ട് പ്രതിഫലം മാറ്റിയവരെ ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. ഇന്ന് രാവിലെ ദൈവമോ നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എങ്കിലും എല്ലാരും പറ, എങ്കിലും എന്നോട് ദോഷം ചെയ്യാൻ. ഇന്ന് രാവിലെ നിന്റെ പ്രതിയോഗി നിന്നെ നിന്ദിച്ചാലും, നിന്നെ അപമാനിച്ചാലും, നിന്നെ ചതിച്ചാലും, നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിനക്കൊരു ദൈവമുണ്ട്.
നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്റെ കൂടെ നിൽക്കുന്ന ഓ ഹല്ലേലൂയ. അഞ്ച് സ്ഥലങ്ങളിലാണ് യാക്കോബ് പാർത്ത്. ഒന്നാമത്തെ സ്ഥലം ബെർശേബയാണ്, കനാനിലുള്ള ബെർശേബ. അവിടെ ഏതാണ് 40 വയസ്സിനധികം പ്രായത്തിൽ താൻ പാർത്തു. അവിടെ തനിക്ക് അപ്പനുണ്ട് ഇസഹാക്ക്, അമ്മയുണ്ട് റിബേക്ക, സഹോദരനുണ്ട് ഏശാവ്. ഈ 3 പേരുടെ കൂടെ യാക്കോബ് 40 വയസ്സിലധികം പ്രായം കനാനിലെ ബെർശേബയിൽ പാർത്തു. പായസം കൊടുത്ത് അവകാശവും ആട്ടിറച്ചി കൊടുത്ത് അനുഗ്രഹവും ഒക്കെ ഈ 40 വയസ്സിനകത്ത് പ്രാപിച്ച മനുഷ്യൻ ഏത് അമ്മയുടെ ഉപദേശം കേട്ട് ഇതൊക്കെ ചെയ്തോ ആ അമ്മ തന്നെ പറഞ്ഞു, മോനെ ജീവൻ വേണേ ഓടിക്കോടാന്ന് പറഞ്ഞു. സ്തോത്രം. ഒരല്ലിയെ പറയണം. നിനക്ക് പലതും പറഞ്ഞു തരുന്ന പലരും ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ അവർ കൈവിടും. അവർ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ ജീവൻ വേണേ നീ ഓടിക്കോളാൻ പറഞ്ഞു. അപ്പൊ അമ്മ കൈവിട്ടു, അപ്പൻ കൈവിട്ടു, ജ്യേഷ്ഠൻ കൈവിട്ടു, ആരുമില്ലാതെ ഓടി. ആ ഓട്ടം വന്ന് കിടന്നത് ലൂസ് എന്ന സ്ഥലത്താണ്. ലൂസ് എന്ന സ്ഥലത്ത് കിടക്കുമ്പോൾ എല്ലാ വാതിലും അടഞ്ഞു, എല്ലാ വഴിയും അടഞ്ഞപ്പോൾ മേളിലൊരു വാതിൽ തുറന്നു. ഇന്ന് രാവിലെ ഞാൻ ഒരു ദൂത് പറയാം. ഉലകത്തിലെ എല്ലാ സഹായത്തിന്റെ കഷ്ടങ്ങളും അടയുമ്പോൾ തുറക്കുന്നൊരു വാതിൽ നിനക്ക് സ്വർഗത്തിലുണ്ട്. ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ആ രാത്രി ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു. കേട്ടാൽ രസമാണ്. നീ എനിക്ക് കഴിക്കാൻ ആഹാരം തരണം, ധരിക്കാൻ വസ്ത്രം തരണം, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സമാധാനത്തോടെ മടക്കി വരുത്തണം, പോകുന്ന യാത്രയിൽ ശുഭത നൽകണം. ഇതെല്ലാം കൂടെ നീ ചെയ്യാമേ, ഞാൻ നിനക്ക് കിട്ടുന്നതിന് ദശാംശം. എന്തൊരു ഔദാര്യമാണ്. സ്തോത്രം പറഞ്ഞു. പക്ഷെ ദൈവം ഈ മനുഷ്യനെ അങ്ങ് അംഗീകരിച്ചു. ഇവനെ ദൈവവും അനുഗ്രഹിച്ചു. ഇപ്പം ജ്യേഷ്ഠൻ്റെ അവകാശം, അപ്പൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് വെച്ച കല്ല്, തലയണയായി വെച്ച കല്ല് നാട്ടി അതിൽ എണ്ണ ഒഴിച്ച് അതിനെ അഭിഷേകം ചെയ്തു. അവിടുന്ന് അവൻ പോയ യാത്രയിൽ ചെന്നെത്തിയത് പത്തനാരാമിലാണ്. എല്ലാവരും പറഞ്ഞേ, പത്തനാരാമിൽ. അവൻ്റെ അമ്മയുടെ ആങ്ങള ലാബാന്റെ വീട്ടിൽ പോയി 20 വർഷം താമസിച്ചു. 20 വർഷം. അപ്പം 40 20 60 വയസ്സ് കഴിഞ്ഞു. 20 വർഷം 2 സഹോദരിമാർക്ക് വേണ്ടി 7 7 14. സ്വന്തം കുടുംബത്തിന് വേണ്ടി 6 വർഷം. അങ്ങനെ 20 വർഷങ്ങൾ താൻ സേവിക്കുമ്പോൾ ആ കാലത്ത് സംഭവിച്ചതാണ്. ഈ അപ്പൻ എന്ത് ചെയ്തു? ചതിച്ചു. അപ്പൻ ഇവനെ ചതിച്ചു. ചേടത്തിയാന്നും പറഞ്ഞ് അനിയത്തി പറഞ്ഞ് ചേടത്തി എല്ലാം കൊണ്ട് കെട്ടിച്ച് അവനെ ചതിച്ചെന്ന് മാത്രമല്ല, ഓരോ പ്രാവശ്യവും പ്രതിഫലം മാറ്റി. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. പക്ഷെ ഒരു ദൂത് പറയാൻ പോവുകയാണ്. വാഗ്ദത്തമുള്ളവനെ ചതിച്ചാലും, വാഗ്ദത്തമുള്ളവന്റെ പ്രതിഫലം മാറ്റിയാലും ദൈവം സഹായത്തിനുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ലോകം മുഴുവൻ നിന്നെ ചതിച്ചാലും ചിലരുടെയൊക്കെ സാക്ഷ്യങ്ങൾക്ക് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അവർ കഷ്ടപ്പെട്ട ജീവിതകാലം മുന്നേ ഉണ്ടാക്കിയ നന്മയെല്ലാം കൂടെ ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒക്കെ ചതിച്ച് അപകരിച്ച് അവരെ ഒന്നുമല്ലാതാക്കി നിരാശാജീവികളാക്കി ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് പോലും ചിന്തിക്കുന്ന അനുഭവത്തിൽ കൂടെ പോമെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. വാഗ്ദത്തം ഉണ്ടെങ്കിൽ ചതിച്ചവന്റെ വീട്ടിൽ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റിയവന്റെ വീട്ടിൽ 2 കൂട്ടമായിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഒരു ദൂത് പറഞ്ഞിട്ട് കൈയടിക്കാവൂ. 14 വർഷം അപകരിച്ച് തിരിച്ചു തരാൻ ദൈവത്തിന് 6 വർഷം മതി. സ്തോത്രം പറയണം. 14 ആരോടൊക്കെ കൃത്യം ഇടപെടുക. 14 വർഷം കൊണ്ട് ലാബാൻ ചതിച്ചതും അപകരിച്ചതും എല്ലാം കൂടെ അടുത്ത 6 വർഷം കൊണ്ട് ദൈവം ലാബാനേക്കാൾ ഇരട്ടിയായി യാക്കോബിനെ മാനിച്ചെങ്കിൽ ഇന്ന് പകൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട്. ഇപ്പൊ യാക്കോബ് പറയാണ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും. പറ ഇന്നത്തെ ദൂത, നീ എന്നെ
ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നീ എന്നെ ജീവിപ്പിക്കും. 20 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെട്ടു. വീണ്ടും സ്വപ്നത്തിൽ പറഞ്ഞു, യാക്കോബേ, നീ കല്ല് തൂണായി നാട്ടിയ ബേഥേലിലേക്ക് മടങ്ങിപ്പോയി നിന്റെ അപ്പന്റെ അടുക്കൽ പോണം. അവൻ തീരുമാനിച്ചു. അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ലാബാനെ വിട്ടു, അവന്റെ വീട് വിട്ടു. 3 ദിവസത്തെ വഴി ദൂരം ചെന്നപ്പോഴാണ് ലാബാൻ അറിഞ്ഞത് മരുമോൻ പിള്ളേരെ എല്ലാം കൊണ്ട് പോയെന്നുള്ളത്. ലാബാൻ പുറകെ 7 ദിവസം യാത്ര ചെയ്തു വന്നു. 3 ദിവസം മുമ്പ് അറിഞ്ഞത് ലാബാൻ 7ാമത്തെ ദിവസം വന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ലാബാനെ, എൻ്റെ ദൂത് കേട്ട് പുറപ്പെട്ട ഭക്തനോട് ഗുണമാകട്ടെ പറ. നീ അറിയണ്ട, പക്ഷെ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവൂ. നിന്നെ അനുഗമിക്കുന്ന ചില പൈശാചിക മേഖലകളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് രാവിലെ പറയുക, ഗുണമാകട്ടെ ദോഷമാകട്ടെ. അവൻ ഈ സമ്പത്തെല്ലാം കൂടെ സമാഹരിച്ച് ലാബാനുമായി മിസ്പ എന്ന് പറഞ്ഞൊരു ഉടമ്പടിയൊക്കെ നടത്തിയിട്ട് അവരവിടുന്ന് യാത്ര ചെയ്ത് യാബോക്ക് വന്ന് ദൈവത്തോട് മല്ല് പിടിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങി അവിടുന്ന് പോയത് ബേഥേലിലേക്കല്ല. അവന് സുക്കോത്തിൽ വന്ന് ശേഖേം എന്ന പട്ടണത്തിൽ 10 സെന്റ് സ്ഥലമൊക്കെ മേടിച്ച് കൊച്ചു വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം 40 വർഷം ബെർശേബയിൽ, 20 വർഷം പത്തനാരാമിൽ, സുക്കോത്തി വന്നൊരു 5-10 വർഷമേ ജീവിച്ചുള്ളൂ. ചെറിയൊരു കാലഘട്ടം. പക്ഷേ നഷ്ടപ്പെടാനുള്ളതെല്ലാം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അഭിമാനത്തോടെ വന്ന അപ്പൻ ഈ 60-65 വർഷം സമ്പാദിച്ച നന്മ, അപ്പനിൽ നിന്ന് മേടിച്ച അനുഗ്രഹം, ചേട്ടനിൽ നിന്ന് മേടിച്ച അവകാശം, പിന്നെ ദൈവത്തിൽ നിന്ന് മേടിച്ച അനുഗ്രഹം എല്ലാം കൂടെ കൊണ്ടുപോയി ശേഖേമി കളഞ്ഞു പൊളിച്ചു. ബേഥേലി പാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്തോണം പറ. ഇടയ്ക്ക് തങ്ങൽ. നിന്നോട് ദൈവം സ്വപ്നത്തിന് ഇടപെട്ട് നീയും ദൈവവും തമ്മിൽ നേർച്ച നേർന്ന കാര്യം നിനക്കറിയാം, എനിക്കറിയത്തില്ല. ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ട് നീ ഇടയ്ക്ക് നിൽക്കരുത്. നിന്നാൽ അത് മുഴുവൻ അപമാനമാ. യാക്കോബിന്റെ തല കുനിച്ചെന്ന് എഴുതിയേക്കുന്നു. ദീനാമയെ ആരാണ്ട് പിടിച്ചോണ്ട് പോയി. 2 ആൺപിള്ളേർ പോയി കൊലക്കേസിൽ പ്രതികളായി. ഒറ്റ ദിവസം കൊണ്ട് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് അപ്പന്റെ തല എന്ത് ചെയ്തു പറ. ദൈവഹിതമില്ലാത്ത ഒന്നിന് നീ പോകരുത്. നീ നേർച്ച നേർന്നെങ്കിൽ, നീ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തെങ്കിൽ നീ ദൈവത്തിൻ്റെ വാക്തത്തിലേക്ക് പോകണം. അവിടുന്ന് പോകാനുള്ളതൊക്കെ പോയി തലയും കുനിച്ച് പുള്ളി ബേഥേലിൽ പോയി. ബേഥേലിൽ ചെന്ന് ഏതാണ്ട് 60 വർഷം അവിടെ ജീവിച്ചു. ഹല്ലേലൂയ പറയണം. ബേഥേലിൽ ജീവിച്ചപ്പോഴാണ് ഭക്തന്റെ അഗ്നിശോധന. ഇതെല്ലാം ഒത്തിരി വിവരിക്കേണ്ടതാ, സമയമില്ലാത്തതുകൊണ്ടാണ്. ബേഥേലിൽ ചെന്നപ്പോൾ ജീവിതത്തിൽ ഇതുവരെ വരാത്ത ഒരപൂർവ കാര്യം. സ്വത്രം പറയണം. താൻ ആരെ ഏറ്റവും അധികം സ്നേഹിച്ചോ, താൻ ആർക്കു വേണ്ടി നിലയങ്കി വാങ്ങിക്കൊടുത്തോ, ആ യോസഫിന്റെ സ്വപ്നത്തിന്റെ പ്രതിഫലമായി അവന്റെ ജ്യേഷ്ഠന്മാർ അവനെ പൊട്ടക്കഞ്ചിയിടുന്നു, അവന്റെ ജ്യേഷ്ഠന്മാർ അവനെ വസ്ത്രമഴിച്ചെടുക്കുന്നു, അവന്റെ ജ്യേഷ്ഠന്മാരെ അവനെ അടിമ വ്യാപാരികൾക്ക് വിൽക്കുന്നു, അവനെ കൊണ്ടുപോയി പൊത്തിപ്പേറിന് വിലയ്ക്ക് വാങ്ങുന്നു, പൊത്തിപ്പേറിന്റെ ഭാര്യ അവനെ അപമാനിക്കുന്നു, കാരാഗ്രഹത്തിൽ പോകുന്നു, 13 വർഷം കാരാഗ്രഹത്തിൽ കിടക്കുന്നു. ഇതൊന്നും അറിയാതെ ഈ അപ്പൻ ഏതാണ്ട് ഒരു 60 വർഷം ഇരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പറയും, കഷ്ടതയുടെ നടുവിൽ നടന്നാലും യോസഫ് എനിക്കില്ല, ശിമയോൻ എനിക്കില്ല, ബെന്യാമീനെ അവന്മാര് കൊണ്ടുപോയി. ഓ, എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ വിടുമെങ്കിലും എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ ജീവിപ്പിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. ഞാൻ ദൂത് വേഗം സമാപിപ്പിക്കാം. പത്തനാരാമിൽ ഞാനിങ്ങനെ ദുഃഖത്തോടെ നരയെ പാതാളത്തിൽ വിടത്തേ ഉള്ളെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കൊടിയ ക്ഷാമത്തിൽ 1 കിലോ അരി കിട്ടാൻ മാർഗമില്ല. അപ്പോൾ ആരോ പറഞ്ഞു, മിസ്രൈമിൽ ധാന്യമുണ്ട്. മക്കളെ 10 പേരെയും കൂടെ കാലിച്ചാക്ക് കൊടുത്ത് വിട്ടു. അവിടുന്ന് ധാന്യം കൊണ്ടുവന്നു. വഴി വെച്ച് അവരുടെ ആൾക്കാർ പിടിക്കപ്പെട്ടു. അവരുടെ എല്ലാം പാണ്ടത്തിൽ കൊണ്ടുപോയ പൈസ ഇരിപ്പുണ്ട്. വീട്ടിൽ കഞ്ഞി വന്നെങ്കിലും സമാധാനത്തോടെ കുടിക്കാനൊക്കത്തില്ല. വീട്ടിലിരിക്കുന്ന അരി ഫോറിൻ അരിയാണ്. ഹലോ, കയ്യിരിക്കുന്ന പൈസ ഫോറിൻ പൈസയാണ്. എവിടുത്തെയാ? മിസ്രൈമിലെ പൈസ ബേഥേലിൽ കൊണ്ടുവന്നേക്കുക.
പക്ഷേ 4 അരി വീട്ടിലുണ്ടെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള പ്രഷർ കൂടുക. കാരണം പോലീസ് പുറകെ വരുമോ എന്നുള്ള പേടി. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത് പിള്ളേർ പോയപ്പോൾ പാനപാത്രവാഹകൻ്റെ പാനപാത്രവും ജോസഫിൻ്റെ ആ വെള്ളിത്തളികയും കാശും കൂടെ കൊണ്ടുവന്നേക്കുന്നു. അപ്പോൾ തൊട്ടുപുറകെ മിസ്രൈമിലെ പോലീസ് വന്ന് ഇവന്മാരെ വഴി വെച്ച് അറസ്റ്റ് ചെയ്തു. ബെന്യാമിനെ പിടിച്ചോണ്ടു. ഒരല്ലേ പറഞ്ഞ് പ്രൈസലോ. നോക്കിക്കേ, ഇതെല്ലാം കഷ്ടതയുടെ നടുവിലാണ്. പിള്ളേർ ഓരോന്നായിട്ട് പോകുക. അങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ ശത്രുവായ പിശാച് പറഞ്ഞു, നീ ഗതി പിടിക്കാൻ പോകുന്നില്ല, നീ ഇനി ഉയരത്തൊന്നുമില്ല, നീ ഇങ്ങനെ കിടന്ന് പിള്ളേരില്ലാത്തവനായി ചത്തുപോത്തേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭക്തൻ പറഞ്ഞില്ലടാ, കഷ്ടതയുടെ നടുവിൽ കഷ്ടതയുടെ നടുവിൽ ജീവിച്ചാലും എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ കരമൊന്നടിച്ച് ഇപ്പോൾ ഈ മനുഷ്യന് 130 വയസ്സായി. 40ാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാ. നീണ്ട 90 വർഷങ്ങൾ 2 കൂട്ടമായൊക്കെ വർദ്ധിച്ചെങ്കിലും കണക്ക് പറയുമ്പോൾ കഷ്ടതയുടെ കണക്കല്ലാതെ പറയാനില്ല. കണ്ണൊക്കെ കുഴിഞ്ഞ് കവിളൊക്കെ ഒട്ടി കരഞ്ഞ് എൻ്റെ മകനെ യോസപ്പേ എന്ന് പറഞ്ഞ രക്തം പുരണ്ട് ഉടുപ്പൊക്കെ എടുത്ത് കരഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഇരിക്കുമ്പോൾ കാതിൽ ഒരു രഥത്തിന്റെ ചക്രം ഉരുളുന്ന ശബ്ദം കേട്ടു. മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ രഥചക്രങ്ങൾ ഉരുണ്ട് ഹല്ലേലൂയ യാക്കോബിന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യാക്കോബേ, നീ മരിച്ചെന്ന് പറഞ്ഞ മകൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നഷ്ടപ്പെട്ട ചിലത് ദൈവം മടക്കി തരാൻ പോകുകയാ. കയ്യിൽ കിട്ടത്തില്ലെന്ന് പിശാച് വാദിച്ച ചെറുതിനെ ദൈവം ഇന്ന് പകൽ ശോധന ഉണ്ടെങ്കിൽ നിന്റെ ഉയർച്ച വലുതായിരിക്കും. 13 വർഷം ശോധനയുടെ കഷ്ടതയുടെ കഠിന ശോധനയിൽ പോയവൻ ആളയച്ച് മിസ്രൈമിലെ 2ാമനായി. ഒരു സ്തോത്രം പറയണം. യാക്കോബ് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കരമാണ്. യാക്കോബ് വന്നപ്പോൾ അവനെ രഥം കണ്ട് ചൈതന്യം വന്നു. ജോസഫ് ജീവിച്ച് കേട്ടപ്പോൾ ചൈതന്യം വന്നു. ഇന്ന് രാവിലെ ആത്മാ പറയുന്നു, നിരാശപ്പെട്ട ചിലര് ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ മുഖത്തൊരു ചൈതന്യം വരുന്ന മറുപടി വ്യക്തമായി ദൈവം പറയുന്നു. ഒരു ചൈതന്യത്തിന്റെ മറുപടി ഇന്ന് രാവിലെ ദൈവം തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഫറവോൻ ഇറങ്ങി വന്നു യോസഫിന്റെ അപ്പനെ കാണാൻ. ഈ ഫറവോന്യ കുടുംബങ്ങളിലൊക്കെ ഒരു 40-50 വയസ്സിനകത്തെല്ലാം തട്ടിപ്പോവും. അത് അവരുടെ കുടുംബ പാരമ്പര്യ. ഹലോ, ദീർഘായുസുള്ളവന്മാർ മിസ്രൈമിൽ കുറവാണ്. ചെയ്തു വെക്കുന്ന പരിപാടി എത്രയാ. അങ്ങനെയുള്ള നാളിൽ 137 വയസ്സുള്ളൊരു മനുഷ്യൻ വന്നിരിക്കുക. കണ്ടാൽ നിരാശയുടെ മുഖമൊന്നുമല്ല, ചൈതന്യം വന്നല്ല ചെന്നേക്കുന്നേ. മുഖത്ത് നോക്കിയോ ഭയങ്കര ഗ്ലോറിനെസ്. 3 പ്രാവശ്യം ദൈവം മുമ്പിൽ വന്ന് സംസാരിച്ചവന്റെ മുഖത്തെ ആ തേജസ്, ഇങ്ങനെ മുഖത്ത് ആ തേജസ് നിറഞ്ഞു വന്നപ്പോൾ ഒരു സംശയം കൊണ്ട് ഫറവോൻ ചോദിച്ചു, അപ്പച്ച പ്രായവന്നമായി. അപ്പച്ചന്റെ മറുപടി, എന്റെ മരുഭൂപ്രയാണത്തിന്റെ കാലം, ചതുവ് പറ്റിയ കാലം, പ്രതിഫലം മാറ്റിയ കാലം, നിന്ന അനുഭവിച്ച കാലം, മോടെ പേര് തലകുനിച്ച കാലം, 2 കുഞ്ഞുങ്ങളുടെ പേരിൽ അപമാനമേറ്റ കാലം, എന്റെ മരുഭൂപ്രയാണത്തിന്റെ കാലം 130 വർഷമാണ്. പക്ഷേ എന്റെ പിതാക്കന്മാരോളം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ചാകുവെന്നല്ല പറഞ്ഞത്. എനിക്ക് ഇനിയും ഒരായുസുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇതുകൊണ്ട് കാര്യം തീരുകയല്ല, ഇനിയും ഒരു വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ആരോടൊക്കെ ശക്തമായി ഇടപെടുകയാ. ഇനിയും ദൈവത്തിന്റെ വിടുതലുണ്ട്. പിന്നൊരു 17 വർഷം പ്രൈം മിനിസ്റ്ററുടെ അപ്പനായിട്ട് ജീവിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. അപ്പൊ യോസഫ് പിള്ളേരെല്ലാം കൂടെ വിളിച്ചപ്പോൾ വീട്ടിലെ കുടുംബയോഗത്തിന് പിള്ളേരെല്ലാം കൂടെ വന്നപ്പോൾ യോസഫിന്റെ അടുക്ക് 2 ഇടത്ത് പറഞ്ഞ് എന്റെ പിള്ളേർ നിൽക്കും. അപ്പൊ യാക്കോബ് ചോദിച്ചു, മോനെ ഇവരാരാടാ? നേരം പറഞ്ഞു, ഇതൊക്കെ എന്റെ കഷ്ടതയിൽ ദൈവം എനിക്ക് തന്ന എന്റെ മിസ്രൈമിൽ ജനിച്ച മക്കളാ. അവരിങ്ങനെ അടുക്കളോട്ട് വിളിച്ച് അനുഗ്രഹിക്കും. പറഞ്ഞു, എന്റെ പൊന്നുമോനെ
നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ലടാ. പക്ഷെ നിന്നെ മാത്രമല്ല, നിന്റെ 2 മക്കളെ കൂടെ കാണാൻ ദൈവം എന്റെ ആയുസ് വർദ്ധിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ആരോടൊക്കെയോ ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ആരാധിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതലുണ്ട്. ഈ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ച് കൊച്ചുമക്കളെയും കൈവണച്ച് വെച്ച് അനുഗ്രഹിച്ച് വെച്ച് കട്ടിലോട്ട് കാലെടുത്ത് വെച്ച് ആ മനുഷ്യൻ പറഞ്ഞു, യഹോവ എനിക്ക് വേണ്ടി പറ സമാപ്തി വരുത്തും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഈ 147 വർഷം കഷ്ടതയിൽ കൂടെ പോയ മനുഷ്യൻ പറയാണ്, യഹോവ എനിക്ക് സമാപ്തി വരുത്തും. ഇന്ന് രാവിലെ വ്യക്തമായ ജീവിതങ്ങളെ തൊട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഒരു സമാപ്തി. ഓ നിഗല രഗന രഗദേ റൗഡേ റിബനേ ഇന്ന് രാവിലെ നീ ചോദിച്ചില്ലേ, ഇതിനൊരു സമാപ്തിയില്ലേ ദൈവമേ? ഇതിന് ഒടുക്കമില്ലേ? ഇതിന് അവസാനമില്ലേ? ഞാൻ ഇനി എത്ര നാളിൽ തുടയണം? ഇല്ല കുഞ്ഞെ, നിന്നെ ജീവിപ്പിക്കാൻ ദൈവം പറയുന്നു സമാപ്തിയുണ്ട്, സമാപ്തിയുണ്ട്. കുറിച്ചിട്ടോ. ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുകയാ, നിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക്, ഇന്നത്തെ കടഭാരങ്ങൾക്ക്, ഇന്നത്തെ പ്രതികൂലത്തിന് ഒരു സമാപ്തി ദൈവം വരുത്തുകയാ. യെസ്. പിശാച് വിചാരിച്ച് കല്ലറെ കൊണ്ട് വെച്ച് കയ്യേൽ വാണി അടിച്ച്, കാലേൽ വാണി അടിച്ച്, തലേ മുൾക്കിരീടവും വെച്ച്, ദേഹമെല്ലാം അടിച്ച് തകർത്ത്, കല്ല് ഉരുട്ടി വെച്ച്, ചങ്ങലം കെട്ടി, പട്ടാളക്കാരെ കാവലാക്കിയ തീർന്നെന്ന് അവന്റെ വിചാരം. പക്ഷെ 3-ാം നാൾ കല്ലറയ്ക്കകത്തേക്ക് ആത്മാവ് ഇറങ്ങിയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് ദൂത് പറയുകയാ, നിന്നെ തകർത്ത മണ്ഡലത്തിൽ, നിന്നെ അപമാനിച്ച മണ്ഡലത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഓ ജയം 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 ജയം. ഞാൻ വിവരിക്കുന്നില്ല. ഒരു 3 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരാത്ത ദൂത് ഇന്ന് രാവിലെ കർത്താവ് തന്നേക്കുക. പക്ഷെ ഞാൻ പരിജ്ഞാനത്തോടെ ശുശ്രൂഷിക്കും. ഞാൻ ദൂത് നിർത്തുക. എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് ദൈവം സമാപ്തി വരുത്തും. പറ, ദൈവം അത് കേൾക്കട്ടെ. എന്റെ കഷ്ടതയുടെ നടുവിൽ എന്നെ ജീവിപ്പിക്കുന്ന ദൈവമുണ്ട്. എനിക്കവൻ സമാപ്തി വരുത്തും. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ റബലബലബലബസ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചോ. ഈ ദൂത് മറക്കല്ലേ. ദൈവം ചില വിഷയങ്ങൾക്ക്, ചില ഭാരങ്ങൾക്ക്, ദീർഘനാളത്തെ ചില കണ്ണുനീരിന്, ചില കഷ്ടതയ്ക്ക്, നിന്ദകൾക്ക് ഒരു സമാപ്തി വരുത്താൻ പോകുകയാണ്. ഇനി നീ ഇത് അനുഭവിക്കണ്ട. നിന്റെ മുഖത്തൊരു ചൈതന്യം വരാൻ പോകുകയാണ്. തീർന്നു തീർന്നു എന്ന് പറഞ്ഞിടത്ത് ദൂതനിറങ്ങി കല്ലുരുട്ടി മാറ്റി. യേശു പുറത്തു വന്നതുപോലെ നീ പുറത്തു വരാൻ പോകുകയാ. നീ മാനിക്കപ്പെടാൻ പോകുകയാ. നീ ഉയർത്തപ്പെടാൻ പോകുകയാ. എല്ലാവരും പ്രാർത്ഥിച്ചേ. നല്ല ദൈവമേ, അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ഈ പ്രഭാതത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നിന്റെ അടുക്കലേക്ക് ഓടിയെത്തിയ ഈ വിശുദ്ധ സഭയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കണം. ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ, ഈ നിന്ദയുടെ നടുവിൽ, ഈ അപമാനത്തിന് നടുവിൽ ഞങ്ങൾക്കൊരു സമാപ്തി വരുത്തണം. മിസ്രൈമിലെ രാജകീയ രഥം ഉരുണ്ടു വന്നതുപോലെ ചില കൂടാരങ്ങളിലേക്ക് ദൈവത്തിന്റെ വിടുതലിന്റെ രഥങ്ങൾ ഉരുളട്ടെ. അതവരുടെ കാതുകളിൽ ആ ശബ്ദം മുഴങ്ങട്ടെ. ഇവിടെ മാത്രമല്ല, ലൈവിൽ കാണുന്നവരുടെ മേലും ആ ദൈവകൃപ ഈ പകൽ വ്യാപരിക്കട്ടെ.
ഓ റബ ശന്ദരേ രഗമന. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമെന്ന്. ത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷമുണ്ട് ആകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിലുറങ്ങിയിരുന്ന ശക്തിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിലുറങ്ങിയിരുന്ന ശക്തിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ ജീവനോടി ഭൂമി പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ജീവനോടി ഭൂമിയിലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ ഗീതസ്വരത്തോടുമാർപ്പോടും കൂടെ ഗീതസ്വരത്തോടുമാർപ്പോടും കൂടെ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും ദൂത തുല്യൻ ഓ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം കാന്തയാകും ശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ ഓ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക് കർത്താവ് കാവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശം എത്രയോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശം